ഹായ് ഫ്രണ്ട്സ്, റെഡി ടു ഫ്ലൈ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ചുണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അടുത്തതായിട്ട് പറയാനുള്ളത് ചിറകിനെ കുറിച്ചാണ്. ചിറകുകൾ, പറവപ്രാവിന്റെ ചിറകുകളെ കുറിച്ചാണ്. അപ്പോൾ ചിറകുകളെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. ചിറവിൽ അപ്പോൾ അത് പിന്നെ ഓരോന്ന് കാണിച്ച് അതിൻ്റെ ഓരോ കറക്റ്റ് കാര്യങ്ങൾ വിശദമായ ലെവലിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലേ അതെനിക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രൂപത്തിൽ കൊണ്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ചിറകുകളെ കുറിച്ചും അതിൻ്റെ വീഡിയോയും കാണിക്കേണ്ടി വരും, അതിനെക്കുറിച്ച് പറയേണ്ടി വരും. അപ്പോൾ അത് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പം അത് കുറച്ച് സമയമാണ് ഞാൻ മാക്സിമം വീഡിയോ ചെയ്യണത്. ഒരു 10-15 മിനിറ്റ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പം അധികം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ഇരിക്കാനാണ്. അപ്പം അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്നില്ല. മാക്സിമം ഞാൻ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ കറക്റ്റായിട്ടുള്ള അതിനകത്തുള്ള എന്താണ് പറയണതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവും. മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപയോഗത്തിൽ എന്തായാലും വരും. അപ്പോൾ ചിറകുകളെ കുറിച്ച് പറയുമ്പോൾ പലതരത്തിൽ ചിറകുകളുണ്ട്. ആ ചിറകുകൾ പലതരത്തിലാവുമ്പോഴത്തേക്കും ആ ഓരോ തരത്തിനും പറവയിൽ അത് നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യും. ഓരോ ചിറവിന് ഓരോ തരത്തിലുള്ള പറവയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിന്നെ ചിറവുകളുടെ അടിസ്ഥാനത്തിൽ പറവയെ എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്യുന്നു, അതായത് എത്ര ടൈം നിൽക്കാനായിട്ട് അങ്ങനത്തെ ഓരോ ലെവലിലുള്ള ചിറവുകളും എത്രത്തോളം പ്രാവിനെ ഹെൽപ്പ് ആവുന്നു എന്നുള്ളത് നമ്മൾ നോക്കാറുണ്ട്. അപ്പം ചിറവുകളുടെ ഏകദേശം ഒരു 3-4-5 തരത്തിൽ, ഒരുപാട് തരത്തിലുണ്ടെങ്കിലും നമ്മൾ പറവപ്രാവിൽ വരുമ്പോൾ ഒരു 3-4 വെറൈറ്റിയിലാണ് ചിറവുകൾ സാധാരണ വരുന്നത്. അപ്പം ആ ചിറവുകൾ വരുമ്പോൾ അതിൻ്റെ ഓരോ ഇപ്പം ഓരോ തൂവലിൻ്റെ വ്യത്യാസങ്ങൾ, ഗ്യാപ്പുകൾ, ഇതിനനുസരിച്ചൊക്കെ നമുക്ക് പറവയിൽ വ്യത്യാസം വരും. അതിനെക്കുറിച്ച് പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സെക്ഷൻ ചിറവുകൾ എത്ര സെക്ഷൻ ഉണ്ട് എന്നുള്ളതും തൂവലുകളെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് തന്നെ ഒരു ഹെഡിങ് ഇട്ട് എഴുതി തരാം. അതിനുശേഷം ഓരോ തൂവലുകളെ കുറിച്ചും ഓരോ ചിറവിനെ കുറിച്ചും നമുക്ക് ഈ വരും വീഡിയോയിലൂടെയും പറയാം. ഇന്ന് ആദ്യമായിട്ട് നമുക്ക് ഏതൊക്കെ തരത്തിലാണെന്നുള്ളത് ലിസ്റ്റ് ഇട്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്പർ ഇട്ട് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഓരോ ചിറവിനെ കുറിച്ചും വരയ്ക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കുക. ഇത് ഒരു മോഡല് ചിറവാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ളത്, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തേത് ഈ മൊന വലിച്ചു പിടിക്കുമ്പോഴുള്ള ഈ ഗ്യാപ്പുകളാണ്. കണ്ടോ, ഇവിടുത്തെ ഈ ഗ്യാപ്പാണ്.
മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കണ്ട ഈ ഗ്യാപ്പ്. ഇനി അടുത്ത ചിറകിനെ കുറിച്ച് വരയ്ക്കുക. 2. ഇതില് ഈ ചിറകില് പ്രത്യേകത എന്ന് പറഞ്ഞു ഈ 4 എണ്ണം, അതായത് ഇങ്ങനെയാണ് വരല്. ഈ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിലിവിടെ എപ്പോഴും ഗ്യാപ്പാണ്. ഗ്യാപ്പാണ് ഇങ്ങനെയാണ് പറഞ്ഞത്. ഈ മെത്തേഡിലാണ് പറഞ്ഞത്. ഇതിലിങ്ങനെയാണ്. ഇതില് 4 തിരി എപ്പോഴും ഈ 1, 2, 3. ബാക്കി രണ്ടാമത്തെ തട്ട് 3 തട്ടാണ്. ഇത് ഒരു തട്ട് ഇതുവരെ, ഇവിടുന്ന് രണ്ടാമത്തെ തട്ട് ഇതുവരെ, മൂന്നാമത്തെ തട്ട്. അപ്പൊ ഇങ്ങനെ 3 വിധത്തിലായിട്ടാണ് ഇതിന്റെ തിരി ഇങ്ങനെ പോണത്. ഇങ്ങനെ 1, 2 അകത്തോട്ടാണ് കയറുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ അകത്തോട്ട് കണ്ടോ. 1 ഇതുവരെ വരും, 2 അവിടെ തുടങ്ങി അകത്തോട്ട് ഇങ്ങനെ വരും, 3 ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത ഇനി 1, 3. അടുത്ത് വരുന്നത് ഇതുപോലത്തെ ചിറവാണ്. ഇതിലെല്ലാം ഇത് ഒരു വെറുതെ ഒരു ഇതിന് വരയ്ക്കുന്നതാണ്. അതുപോലെ ഇവിടെയും ഇത് വെറുതെ നിങ്ങൾക്ക് ഒരു മനസ്സിലാവാനായിട്ടാണ് ഞാൻ ഇത് ഒന്ന് മാർക്ക് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ അറിഞ്ഞില്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതാണ്ടോ, ഇത് ഒറ്റ തട്ടാണ്. കറക്റ്റ് ഷേപ്പ് ആയിരിക്കും. ഇത് കറക്റ്റ് ഷേപ്പ് ആയിരിക്കും. ഇത് 3ന്റെയും വ്യത്യാസം മനസ്സിലാകണം. ഈ ചിറകിന്റെയും ഈ ചിറകിന്റെയും വ്യത്യാസം മനസ്സിലാകണം. ബാക്കി ഇതൊക്കെ ഇവിടെയൊക്കെ സെയിം ആയിരിക്കും. ഇപ്പം ഈ ഇറക്കത്തിരി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇറക്കത്തിരി വെച്ചാൽ നമ്മൾ ഇവിടെ അതായത് 10 കല്ലിക്ക് ഇപ്പുറത്തോട്ട് വരണം. 10 കല്ലി മുകളിലോട്ടും 10 കല്ലി ഇങ്ങോട്ട് 12 വരെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ പിന്നെ പഠിക്കാം അടുത്ത വീഡിയോയിൽ. അപ്പൊ ഈ മുനമ്പുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഗ്യാപ്പുകളെ കുറിച്ച് എന്താണ് ഗ്യാപ്പ്. ഇനി ഒരു സെക്ഷൻ പറഞ്ഞില്ലേ 4. അപ്പൊ അടുത്തത് ഈ മുനമ്പ് ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും വരും. ഒന്ന് നടുക്കുള്ളത് കുറച്ച് മുകളിൽ വരും. 1, 2, 3. 1 ഇത് 2, അതായത് 10ാം കല്ലി ഇതാണ്, ഇത് 9ാം കല്ലിയാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം, ഇത് രണ്ടും ഒരേ മട്ടമായിരിക്കും.
മനസ്സിലായോ? ശകലം കൂടെ വ്യത്യാസം ആദ്യത്തെ കാണും, എന്നാൽ ഇത് രണ്ടും ഒരേ മട്ടായിരിക്കും. പോയിട്ട് ബാക്കിയുള്ള എല്ലാം ഒരേപോലെ വരും. ഈ വ്യത്യാസങ്ങളാണ് ഈ വിരിച്ച് പിടിക്കുമ്പോഴുള്ള 1, 2, 3, 4 ഇതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഓരോ ചിറവുകളെ കുറിച്ച് അതിൻ്റെ വീഡിയോ കാണിച്ചു തന്നിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ആദ്യം മുതലേ മനസ്സിലായെന്ന്, അതായത് ഒന്നത്തേത് ഇവിടുത്തെ ഗ്യാപ്പുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തെ വീഡിയോ ഗ്യാപ്പുകൾ. രണ്ടാമത്തത് 1, 2, 3 തട്ടായിട്ട് ഒരു ചിറവ് വരും. നാലാമത്തത് ഒറ്റ സ്ട്രെയിറ്റ് ആയിരിക്കും. ഇത് കത്തിരി പറയണത്. അപ്പോ നമ്മൾ ആദ്യം വരച്ച പടത്തിലുള്ള പ്രാവിനാണ് കാണിക്കാൻ പോകുന്നത്. അത് കത്രിക ചിറവെന്ന് പറയും, കത്തിരി ചിറവെന്ന് പറയും. അപ്പൊ ആ ഒരു ചിറകുള്ള പ്രാവിനാണ് കാണിക്കാൻ പോകുന്നത്. അതിന്റെ മുനന്തിരിയില എൻഡ് മാത്രം കത്തിരിക പോലെ ഇരിക്കും, ബാക്കി എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ ഇരിക്കും. അത് ഞാൻ അവിടെ കാണിച്ചു തരാം. ഇതാണ് ആ പ്രാവ്. നമ്മൾ ബാക്കി ഏത് ഭാഗം നോക്കിയിരുന്നാലും അല്ല കാണിച്ചു തരാം. ഉണ്ടോ? ബാക്കിയെല്ലാം നല്ല അടുക്കായിരിക്കും, കറക്റ്റ് അടുക്കിലായിരിക്കും. അവിടെ മാത്രം അതിന് കത്തിരിക്ക പോലെ ഇരിക്കും. ഗ്യാപ്പാണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റായിരിക്കും. കണ്ടോ? ഇതാണ് നമ്മൾ ഫസ്റ്റ് വരച്ച ഗ്യാപ്പ്. കാണാൻ കഴിയുമെന്ന് വിചാരിക്കും. അപ്പൊ ഇനി അടുത്ത് രണ്ടാമത് വരച്ചത് ഇത് നോക്കാം. അപ്പൊ നമ്മള് വരച്ചിട്ടുള്ളത്, അതായത് 3 തട്ട് ചിറകെന്നാണ് അതിനെ പറയുന്നത്. ഈ 3 തട്ട് ചിറക് കറക്റ്റായിട്ട് ഒരു പ്രാവിന്റെ ചിറവിനെ നമ്മൾ സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഞാൻ കാണിച്ചിട്ട് കാണണ്ട. ഇത് ഒരു തട്ട് മൊന, അതായത് ഇത് വെട്ടിവെച്ചൊരു പ്രാവായതുകൊണ്ടാണ് മൊന നമുക്ക് കിട്ടാത്തത്. ഇത് ഒരു ഇഞ്ച് കൂടുതലായിരിക്കും. കണ്ട, ഞാൻ വരച്ച അതേ ലെവലായിരിക്കും പോലും. ഞാനുണ്ട് ഇവിടെ കുറച്ച് പൊട്ടിപ്പോയതാണ്. വേണ്ട, ഇത് 4 തിരി. ഈ 4 തിരി മറ്റുള്ള തിരിയേക്കാളും എപ്പോഴും കൂടുതൽ വലുതായിരിക്കും. ആ 4 തിരി കാണുന്നുണ്ടോ? അല്ല, ഈ 4 തിരി. അത് കഴിഞ്ഞിട്ടുള്ളത് ഒരു തട്ട് ഇതുവരെ. അത് കഴിഞ്ഞിട്ടുള്ളത് താഴോട്ടൊരു തട്ട്. അത് ഞാൻ ക്വസ്റ്റ്യൻ വെച്ചാൽ എങ്ങനെ അറിയാൻ പറ്റുള്ളൂ. കണ്ടോ? 1, ഈ 4 ആദ്യം കണ്ടത് 4. അത് കഴിഞ്ഞിട്ട് 2ാം തട്ട്. ഇത് കഴിഞ്ഞിട്ട് ഏറെ തള്ളണ്ട. ഇത് ഇത്രയും 3ാം തട്ട്. ഇത്രയും ഒരു തട്ട്, ഇത്രയും 2 തട്ട്, ഈ 4 മുകളിലുള്ളത് ഒരു തട്ട്. കണ്ടോ? അതെല്ലാത്തിനേക്കാളും 1 ഇഞ്ച് കൂടുതലായിരിക്കും. 2 ചിറവിലും അങ്ങനെ തന്നെ ആയിരിക്കും. കണ്ടോ? കാണിച്ചത് വന്നുണ്ടോ? ഇത് കുറച്ച് കട്ടായി പോയതാണ്. ബാക്കിയൊക്കെ കറക്റ്റ് ആയിരിക്കും. തോലുകളെല്ലാം നല്ല അടുക്കായിരിക്കും. അങ്ങനെ പോയി. ഇതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞ ഒരു പ്രാവ്. ലോങ് ടൈം പറക്കാൻ കഴിവുള്ളൊരു പ്രാവാണ്. അപ്പോൾ ഇനി നമ്മൾ വരച്ചത് 3ാമത്തെ ചെറിയ പ്രാവിനെ കാണിച്ചത്. അപ്പോൾ നമ്മൾ 3ാമത് വരച്ച പ്രാവിനെയാണ് കാണിക്കാൻ പോകുന്നത്. ഈ എല്ലാ സ്ഥലവും ഒരുപോലെ ഇരിക്കും. കണ്ടോ? വലിച്ച് നേരത്തെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും ഒരേപോലെ കാണിച്ചു. ഞാൻ തന്നെ ഒരേപോലത്തെ തോലുകളായിരിക്കും. കറക്റ്റ് വായിട്ടിരിക്കും. ഈ ലൈൻ കണ്ടോ? ഈ എൻഡുകൾ ലൈനുകളെല്ലാം കറക്റ്റ് ആയിരിക്കും. വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവും. ഇതാണ് 3ാമത്. ഇനി നമുക്ക് ലാസ്റ്റ് വരച്ച അതിൻ്റെ ലാസ്റ്റ് വരച്ച പ്രാവിൻ്റെ ചിറകിൻ്റെ പ്രാവിനെ കാണാം. അതെങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മളിനി കാണാം 4ാമതായിട്ട് വരച്ച പടത്തിൽ കാണിച്ച ചിറകാണ്, ചിറകുള്ള പ്രാവാണ്. ഇതാണ് ആ ചിറക്.
നോക്കിയേ. ഉണ്ടോ? ഇതിന്റെ തിരിയുടെ വ്യത്യാസം നോക്കിയോ. 9 ഇത് 9ാമത്തെ തിരിയാണ്. ഇത് 2 തിരി. ഇത് ഈ തിരി വന്നിട്ട് 9, ഇത് 10 എപ്പോഴും താന്നിരിക്കും. എന്നാൽ 8ഉം 10ഉം ഒരേ ലെവലായിരിക്കും. 9ാമത്തെയാണ് ഇപ്പൊ വലുതായിരിക്കുന്നത്. കാണുന്നുണ്ടോ? അതായത് നോക്കിയോ, കാണുന്നുണ്ടോ? ഇത് 10, ഇത് 9, ഇത് 8. അപ്പോൾ രണ്ടിൻ്റെയും ലെവൽ ഇത് ഞാൻ പിടിച്ചിരിക്കുന്നതാണ്. ലെവൽ കറക്റ്റ് ആക്കുമ്പോഴത്തേക്കും കണ്ടോ വ്യത്യാസം ഉണ്ടാവും. രണ്ടും ഒരുപോലെ 8ഉം 10ഉം 9 മാത്രം ഉയർന്നിരിക്കും. 8ഉം 10ഉം കറക്റ്റ് ഈക്വൽ ലെവലിൽ കണ്ടോ. ബാക്കി ഇതിനെ കുറിച്ചുള്ളത് നമുക്ക് പറയാം. അതാണ് ഉണ്ടല്ലോ, ചിലവെല്ലാം ഉണ്ടല്ലോ. നല്ല അടുക്കായിരിക്കും. അപ്പോൾ ശരി, ബാക്കി ഇനി ഇതിന്റെ ഡീറ്റെയിലിനെ കുറിച്ച് ഓരോ ചിറവിന്റെ ഇതിന്റെയൊക്കെ പ്രത്യേകത സവിശേഷത എന്തിനാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യത്തെ വരച്ച ചിത്രവും നമ്മൾ ആദ്യം കാണിച്ചതും കത്രിക ചിറകാണ്. കത്രിക ചിറകിൽ വരുന്ന പ്രാക്കൾ അതിൻ്റെ പറവയെക്കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പാറ്റേണിൽ വരുന്ന ചിറകളിൽ മെയിനായിട്ട് 3/4 പറവയായിരിക്കും പറവ ഹൈറ്റ്. 3/4 പറവ ഉയരത്തിൽ പ്രാക്കൾ പറക്കാൻ കഴിവുള്ളതായിരിക്കും. അത്യാവശ്യം നല്ല വലിയുകയും ചെയ്യും. ഈ ഒരു തരത്തിലാണ് ഇത്തരത്തിൽ വരുന്ന ചിറവിൽ വരുന്ന പ്രാവുകളുടെ പറവകൾ നമുക്ക് കാണാറ് സാധാരണ. അടുത്തതായി നമ്മൾ പറഞ്ഞിട്ടുള്ളത് 3 തട്ട് തിരി. 3 തട്ടായിട്ടുള്ള ചിറകിൽ വരുന്ന 3 തട്ടായിട്ട് തൂവൽ വരുന്നതാണ് അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പറവയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ 3 തട്ട് ചിറക് വരുന്നത് കൂടുതലായും അൺലിമിറ്റഡ് വഴി പറവകളൊക്കെയാണ് ഇത് കാണുന്നത്. ഈ 3/4 ഹൈറ്റ് ഉയരമായിരിക്കും മെയിനായിട്ട് ഇവരെ പറവ. നല്ല വലിയും, ലോങ് പോയി വരും. ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രാവുകൾ റിങ് പറവയായിട്ട് പറക്കാറില്ല. ഇവർ നീളപ്പറവ, പല്ല പോവുക ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പല സ്ഥലങ്ങളിലും. അങ്ങനെയൊക്കെയാണ് ഇവർ പറവ കാണാറ്. ഇങ്ങനെയൊക്കെയാണ് പറക്കണമെങ്കിലും ഇവർ എപ്പോഴും സ്പീഡ് പറവയായിരിക്കും, സ്ലോ പറവയായിരിക്കില്ല. സ്പീഡായിട്ട് ചിറകടിച്ച് പറന്ന് പോകലാണ് ഇവരുടെ പ്രത്യേകത. പിന്നെ പ്രത്യേകിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ഇവർ ഒരു നീളം ഫീൽ ചെയ്യും. ഒരു പ്രാവ് എത്ര ലോങ്ങിൽ നിന്നിരുന്നാലും ചിറവും വാലുമായിട്ടുള്ള ഒരു നീളം വലിയൊരു പ്രാവ് പോലെ ഉള്ളൊരു ഫീല് ഉണ്ടാവും. വലിയ ചിറവ് നീളം, അതായത് ചിറവ് മുതൽ വാലിൻ്റെ എൻഡ് വരെയുള്ള നീളം കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു പറവ നമുക്ക് കാഴ്ചയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതാണ് ഈ 3 തട്ട് തിരിയുടെ പ്രത്യേകത. കൂടുതലായിട്ട് അൺലിമിറ്റഡിലായിരിക്കും കാണാറ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ വീഡിയോയിൽ കാണിച്ച 3ാമത്തെ പ്രാവാണ്, പടത്തിരി എന്ന് പറയുമ്പോൾ വീതിയുള്ളതും തൂവലുകൾ നല്ല അടുക്കും ഉണ്ടാവുകയും ചെയ്യും. അടുക്കിലായിരിക്കും, നല്ല അടുക്കും വീതിയുള്ള തൂവലുകളായിരിക്കും. 3/4 പറവയിലും മുകളിലാണ് ഇവർ പറക്കൽ കാണാറ്. 3/4 പറവയ്ക്ക് മുകളിൽ വളരെ സ്ലോ ആയിരിക്കും ഒരു പറവ. എന്ന് വെച്ചാൽ ഹൈറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ നൈസായിട്ട് പറന്ന് പോകുമ്പോൾ തോന്നും. വളരെ സ്ലോ ആയിരിക്കും. പറക്കാൻ വലുതായിട്ട് വലിഞ്ഞ് പറക്കാറില്ല. പറക്കുന്നത് കൂടുതലായും വീട്ടിൽ നിന്ന് ഏകദേശം അതിൻ്റെ കൂടിൻ്റെ പരിസരം അല്ലെങ്കിൽ വീട്ടിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ റിങ് ടൈപ്പായിരിക്കും കൂടുതലായിട്ട് പറവ കാണാറ്. ഇവറ്റകൾ റിങ്, അതായത് റൗണ്ടാക്കി ഇങ്ങനെ കറങ്ങി വരിക, അങ്ങനെയുള്ള തോതിലാണ് ഇവർ പറക്കൽ. അപ്പോൾ നമ്മൾ 4ാമത്തെ ചിറകിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, കോൽത്തിരി. ഇത്തരത്തിലുള്ള പ്രാവുകൾ, അതായത് കോൽത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ടൈപ്പിലുള്ള ചിറവുള്ള പ്രാവുകൾ മേൽപ്പറവിലാണ് കൂടുതൽ പറവ കാണാറ്. നല്ല വലിയും പോയി വരും. കൂടിന് മുകളിലോട്ട് കൂടുതലായിട്ട് ക്രോസ് ചെയ്യാറുണ്ട് ഇവർ.
അതായത് പ്രാവുകൾ പറക്കുമ്പോൾ കൂടിൻ്റെ മുകളിൽ നിന്ന് സാധാരണ പ്രാവുകളൊക്കെ ചിലപ്പോൾ ചില ഇനത്തിലുൾപ്പെട്ട പ്രാവുകളെല്ലാം കൂടിൻ്റെ കുറച്ച് മാറിയിട്ട് ആര് വന്ന് കൂട് കണ്ടിട്ട് പോകലുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കൂടുതലായിട്ട് കൂട് ക്രോസ് ചെയ്ത് പറന്നു പോകും. അങ്ങനെയാണ് ഇതിൻ്റെ പറവകൾ കൂടുതൽ കാണാറ്. അപ്പോൾ ഇങ്ങനെ ഈ തരത്തിൽ പറക്കുന്ന ഒരു പ്രാവാണ് ഈ ചിറകുള്ള കോൽത്തിരി എന്ന് പറയുന്ന ചിറകുള്ള പ്രാവുകളുടെ പറവ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറവപ്രാവിൻ്റെ ചിറകുകളെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചില വിഷയങ്ങൾ മനസ്സിലാവില്ല. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അതിൻ്റെ ഓരോ പ്രത്യേകതകളും നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടനോട് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു ചിറകിലെ തന്നെ അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.